ഹായ് എവ്രി വൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കലത്തപ്പമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കലത്തപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോണത് എറണാകുളം തൃശ്ശൂർ ഏരിയയിൽ ഉണ്ടാക്കുന്ന കലത്തപ്പമാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുതിർത്തിയ അരി 1 കിലോ, 3/4 കപ്പ് ഉഴുന്ന്, 4 റെഡ് ഓനിയൻ, പിന്നെ ഒരു 200 ഗ്രാം കോക്കനട്ട്. ഇനി നമ്മുടെ കുതിർത്തിയ അരിയും ഉഴുന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു ഇഡ്ഡലി പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കാം. എന്നിട്ട് അത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തത് ഒരു പാൻ വെച്ചിട്ട് ആ പാനിലോട്ട് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മളുടെ കോക്കനട്ട്, സ്ലൈസ്ഡ് കോക്കനട്ട് നമുക്കതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി ബ്രൗൺ ആവണ്ട, ഒരു മീഡിയം ബ്രൗൺ ആകുന്നവരെ നമ്മൾ വറുത്തെടുത്താൽ മതി. ഒത്തിരി ബ്രൗൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ ഓവനിലേക്ക് വയ്ക്കുമ്പോൾ അത് ഇങ്ങനെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ബ്രൗണിൽ നമ്മൾ വറുത്തെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഓനിയനും ഇതുപോലെ തന്നെ ഈ എണ്ണയിലേക്ക്, സെയിം ഓയിലിലേക്ക് തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് അതും കൂടി വറുത്തെടുക്കാം. ഇതും ഒരു മീഡിയം ബ്രൗൺ ആയിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി. അതിലോട്ട് ഞാൻ കുറച്ച് കുമിൻ സീഡ്സ് ചേർത്തു. ഇനി നമുക്ക് ഈ വറുത്ത കോക്കനട്ടും ഓനിയനും കൂടി ഈ മാവിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ചട്ടിയിലുള്ള കുറച്ച് എണ്ണയുണ്ടല്ലോ, അതും കൂടി ഈ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു ഇത്തിരി കൂടി ടേസ്റ്റ് തരുമേ. അപ്പോൾ എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് തീ കത്തിക്കും. പിന്നെ ഒരു ഉരുളി, നല്ല മെറ്റലിൻ്റെ നല്ല തിക്കായിട്ടുള്ള ഉരുളി എടുത്തിട്ട് അതിൻ്റെ മീതെ വേറൊരു ഓട്ടുകലം പോലത്തെ ഒരു കലം വെക്കും. എന്നിട്ട് ആ കലത്തിൽ വീണ്ടും തീയിടും. അപ്പോൾ നമ്മുടെ ഓവൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്ത്. മുകളിൽ നിന്ന് തീ കത്തുന്നു, താഴെ തീ കത്തുന്നു. അങ്ങനെയാണ് അത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഓവനുള്ളത് കൊണ്ട് നമുക്ക് ഓവനിൽ വെച്ചുണ്ടാക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ട്രേയും അതുപോലെ തന്നെ ഒരു കേക്ക് ടിന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ട്രേയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് മാവ് അതിനകത്തേക്ക് കോരി ഒഴിക്കുക. ഇനി ഈ ട്രേ ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് മൂടി വെച്ചിട്ട് അത് നമ്മൾക്ക് മിഡിൽ തട്ടിൽ ഒരു 50 മിനിറ്റ്സ് വെക്കുക. 50 മിനിറ്റ്സ് കഴിയുമ്പോൾ ആ ഫോയിൽ എടുത്ത് മാറ്റുക. എന്നിട്ട് സ്വല്പം എണ്ണയും കൂടി മുകളിൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു 20 മിനിറ്റ്സ് കൂടി വെക്കാം. അപ്പോൾ നല്ല പാകമായിരിക്കും. ഇതാ നോക്കിയേ, നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടി ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വെക്കണം കേട്ടോ. ഒന്നും കൂടി മറച്ചിട്ടിട്ട് വീണ്ടും ഓവനിൽ തന്നെ വെക്കാം. അപ്പം നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ടേസ്റ്റ് ഉള്ളതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.